ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡേവിഡ് കറ്റാല അതുപോലെ തന്നെ മനോലോ മാർക്കസ് ഇന്ത്യൻ ടീമിൻ്റെയും അതുപോലെ FC ഗോവയുടെ കോച്ച് തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. സോ അതെന്താണെന്ന് നോക്കാം. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും മനോലോ മാർക്കസും അതുപോലെ തന്നെ ഡേവിഡ് കറ്റാലയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇവർ രണ്ടുപേരും ഒരു ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു ക്രൊയേഷ്യൻ ക്ലബ്ബായ NK ഇസ്ത്ര എന്ന് പറയുന്ന ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേരും ആ ഒരു ടീമിൽ നിന്ന് സാക്കും ആകപ്പെട്ടിട്ടുണ്ട്. അതിൽ ഞാൻ പറയാം, മനോലോ മാർക്കസ് 2018 ഈ ഒരു ക്രൊയേഷ്യൻ ക്ലബ്ബിന്, അത് NK ഇസ്ത്ര എന്ന് പറയുന്ന ക്രൊയേഷ്യൻ ക്ലബ്ബിനെ കോച്ചാകുന്നത്. അവിടെ അദ്ദേഹം സാക്കാവുകയായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹവും ഡേവിഡ് കറ്റാല 2023 അവിടെ ഡേവിഡ് കറ്റാലയും സാക്കാവുകയായിരുന്നു. സോ എന്തായാലും അങ്ങനെ ഒരു ഹിസ്റ്ററി ഇവർ രണ്ടുപേരും തമ്മിലുണ്ട്. അതുപോലെ തന്നെ രണ്ടുപേരും സ്പെയിനിൽ നിന്നാണ്, ബാഴ്സലോണയിൽ നിന്നാണ് വരുന്നത്. സോ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഇവർ തമ്മിലുണ്ട്. സോ എന്തായാലും ഡേവിഡ് കറ്റാല എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കോച്ചായി മാറുമോ, അല്ലെങ്കിൽ ഇതുവരെ 11 സീസണിലും വന്ന കോച്ചുമാരെ പോലെ തന്നെ അദ്ദേഹവും ഒരു കിരീടം നേടിത്തരാതെ മടങ്ങുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. സോ എന്തായാലും ഡേവിഡ് കറ്റാലയ്ക്ക് സാധിക്കുമോ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ കിരീടം നേടി അവരുടെ ഐക്കോണിക് കോച്ചായിട്ട് മാറാൻ? സോ കണ്ടു തന്നെ അറിയാം.